Ladies and gentlemen, Malayalis, welcome to part 2 of Kalangaval. ഞാൻ ഇന്നലെ മുഴുവൻ എന്നെ കലാങ്കാവൽ എന്ന് വിളിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കലംകാവൽ is a term that refers to a ritualistic performance in southern Kerala associated with the goddess Bhadrakali's battle against Asura Dariga, where a person dressed as goddesses searches for a demon during a festival. കലിയൂട്ട്. ശരി, എനിക്കിത് ഉത്സവങ്ങളിലൊക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഇതുവരെയും കത്തിയിട്ടില്ല. ഇമേജസ് ദാരികനെ തപ്പിപ്പോകുന്ന ഭദ്രകാളി, ചെറിയൊരു മെമ്മറി. കാരണം മുമ്പൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഉത്സവം കാണാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഈ അധിക നാളായിട്ട് പരിപാടിയൊക്കെ കുറഞ്ഞു. സോ വിതൗട്ട് ഫർദർ ado, നമ്മുടെ വില്ലനും നായകനും ക്ലോസിംഗ് ആണ്. എല്ലും കീരയും അടുത്ത് വരെയാണ് ബാറ്റിൽ. അധികം നേരം പിടിച്ചേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സ്റ്റാൻലി സാറിന്. സോ അത് കഴിഞ്ഞിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് എൻ്റെ പീക്ക് ഇൻട്രസ്റ്റ്. പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ക്രൈംസിന് മോട്ടീവ് ആവശ്യമില്ല, കാരണം ഇഫ് ഹീസ് എ സൈക്കോപാത്ത് ഹീൽ ഡു എനിത്തിങ് ഹി വാണ്ട്സ്. ദാറ്റ് മേക്സ് സെൻസ്. സൈക്കോപാത്സ് ഡസ് നോട്ട് നീഡ് എ മോട്ടീവ്. സോ വിതൗട്ട് ഫർദർ ado, let's get right into it. And here we go. Okay. ശരി എന്നാ. എന്തായി സാർ? ഒരു വിവരമില്ല സാറേ. 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഫോൺ ഓഫാണ്. എന്നാൽ 4 ഭാഗത്തോട്ടും തിരിയാണ്. എന്തായാലും സ്റ്റാൻലി സാർ അയാളെ കൊന്നോ? സാറേ, സ്റ്റാൻലി സാറ് വിചാരിക്കണ പോലെ ഒരുത്തനല്ല അവൻ. പിന്നെ ഒരുമാതിരി ഒരു ജീനേഴ്സാ. കയ്യെ കിട്ടിയാൽ ബാക്കി. ഇത് പോലീസുകാരുടെ ഫ്ലാഷായിരുന്നു. പിന്നെ നമ്മുടെ പോലീസുകാരുടെ സ്വഭാവമൊക്കെ സാറിന് അറിയാവില്ലേ. അവരോട് പുറത്ത് പറയാന്നൊക്കെ പറഞ്ഞായിരുന്നു സാറേ. പക്ഷേ എന്താണ് സാറേ, അയാൾ ഈ ഒരു ഫോൺ മാത്രം ഓൺ ചോദിച്ചത് എന്തിനായിരിക്കും സാർ? ഈ ഫോൺ അത് കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കൊച്ചു കളിക്കണതിൻ്റെ കയ്യിൽ ഓണാകാനാണ് സാധ്യത. അതോടുകൂടി കൊച്ചു ഫോൺ എടുത്തിട്ട് ബെഡിൻ്റെ കീഴെ വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറേ, കൊച്ചാകെ പേടിച്ചിരിക്കണേ, ഒന്നും പറയണം. ഒട്ടിക്കൊണ്ട് പോകണം, കൊന്നോണം. അയാൾ ജീവനോടെ ഉണ്ടോ? ഇതുവരെ ഇയാൾ ആണുങ്ങളൊന്നും കൊന്നിട്ടുണ്ടാവില്ലല്ലോ, ഫസ്റ്റ് ആണല്ലേ? എത്ര അന്വേഷിച്ചിട്ടും അവനെ കുറിച്ച് വല്ല ക്ലൂവും കിട്ടിയോ? അങ്ങനെ വിടാൻ പറ്റണല്ലോ സാറേ. അവൻ നൊത്തല്ലേ ഇത്രയൊക്കെ പണി നൊത്ത് നടത്തിയിട്ട് വിടണ്ട. നമുക്ക് അവനെ പിടിക്കാൻ പറ്റണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും നീ ആ കേസ് സോൾവ് ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. സാർ, അവന് ഈ കാര്യത്തിൽ അഡിക്ഷനാണ്. കാറിൻ്റെ വയറൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. നിവൃത്തിയിൽ അത് എലിക്കണി വെക്കേണ്ടി വന്നു. ആദ്യമൊക്കെ എലി കെണിയിൽ വീണ അതിനെ കൊല്ലാനായിട്ട് എനിക്ക് എന്തോ പോലെ. എലിയെന്നല്ല, എന്തായിട്ടുണ്ടെങ്കിലും എനിക്ക് കൊല്ലാനൊരു മടിയായിരുന്നു. പക്ഷെ ശല്യം കൂടി വേറൊരു നിവൃത്തിയില്ലാതെ ഞാൻ തന്നെ എലികളെ കൊല്ലാൻ തുടങ്ങി. മിസ്സിങ് പോലെ. ജേഷ്ണ, ഇതൊരു ബയോളജിക്കൽ ഹർജാണ്. നമ്മൾ ഈ പൂച്ചയും പട്ടിയും പോലെ തന്നെ വേറൊരു ടൈപ്പ് മൃഗമാണ് മനുഷ്യനും. ഇതിലുള്ളൊരു കാര്യം, നമ്മൾ ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് അവൻ്റെ ബ്ലഡിൽ ഇത് അലിഞ്ഞു ചേരും. വിട്ടുക. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ അവൻ മലയാളത്തിലും തമിഴിലുമാണ് ഫ്ലുവൻ്റ്. അതുകൊണ്ട് ഈ 2 സ്ഥലത്തും മീഡിയാസിലെ മാക്സിമം ന്യൂസ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി മണിയുടെ കേസും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് നോക്കിയോ, പക്ഷെ പൂന്ത്ര കുഴപ്പമില്ല. கொலை தொடரின் சந்தேக நபராகிய வில்லூட்டி காவல் நிலைய தலைமை காவலரும் அருமனை நிவாசியுமான மணிக்குமரன் ഒരു തുമ്പുമില്ലല്ലോ. അവരെങ്ങനെ പ്രൊസീഡ് ചെയ്യുക കേസ് ഒന്നുകൂടി പറയേണ്ടി വരും. ഹലോ, റിട്ടയർഡ് ഫോറൻസിക് സർജൻ ജോസഫ് സാറല്ലേ? അതെ സാർ, നമസ്കാരം സാർ. സാർ തിരക്കിലാണ്? നിങ്ങൾ ആരാണ്? സാർ, എൻ്റെ പേര് സേതു എന്നാണ്. മലയാളത്തിൽ 1-2 സിനിമയുടെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു സാർ. അതുകൊണ്ടാണ് സാർ വിളിച്ചത്. ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഗ്ലാമറല്ല, ലുക്ക് കണ്ടാ പിന്നെ ആരാ വീഴാത്ത ചെറുക്കൻ. ഇത്ര പെട്ടെന്ന് തുടങ്ങിയാടോ. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു. എന്താ ടെൻഷൻ? അറിയത്തില്ല. ഷുഗറുണ്ട്.
പാരമ്പര്യമായിട്ട് കിട്ടുകയാണ്. ഓ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അത് കുഴപ്പമൊന്നുമില്ലല്ലേ? എൻ്റെ കെട്ടുവിനും പറയാറുണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ. ആൾ 5-6 വർഷമായിട്ട് മെഡിസിൻ എടുക്കണ്ടേ. വേഗം റെഡി ആയിക്കോ, ഇനി ലേറ്റ് ആയാലേ. ആംബ്രസ്. യെസ്, കം ഓൺ. Ready, Okay. 1, Ah. 2, Ah. 3, start. ഫിനിഷ്. കുറെ കാള് കഴിയുമ്പോൾ ഞാനും അച്ഛൻ്റെ അത്ര വലുതേ അച്ഛനെ തോപ്പിക്കും. തോക്കുന്ന കാര്യം നത്തിന് പറ്റില്ല എന്ന് തോന്നുന്നില്ലേ? 2-3 வருஷத்துக்கு மேலே ஆயிடுச்சு. எங்கே இருக்கா, என்ன பண்ணுறா? இன்னும் உயிரோடவே இருக்கிறேன். സമയമായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇനി ഒരു അരമണിക്കൂറോടെ ഉണ്ട്. ഞാൻ പോയി ഒരു സിഗരറ്റ് വിളിച്ചിട്ട്. അതിന് ലിജോട്ട് മരിക്കൂ? അങ്ങനെ വലിയൊന്നുമില്ല. ഇന്നിപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ ഒന്ന് വലിക്കാനൊരു ഇത്. അതായിരിക്കും ശീലം അല്ലേ? എന്ത് ശീലമൊന്നുമില്ല, ഞാനിത് ആദ്യമായിട്ടല്ലേ. എന്തോ അബദ്ധം പറ്റാനുള്ള ടൈമാണോ? കരമല തൊട്ട് കരമല, ഓണായി. പാപ്പനങ്കോട്, കാട്ടാക്കട, നെയ്യാറ്റിങ്കര പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ച നടന്ന ക്രൈമിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അവിടെ ഒരു മീറ്റിംഗിലായിരുന്നു, അതാ ഫോൺ എടുക്കാതിരുന്നത്. എന്താ വിളിച്ചത് എന്നിട്ട്? സാറേ, ഞാൻ ആ തേവരമല കേസായിട്ട് കുറച്ച് ബിസിയായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ സാറ് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ആ സൈനൈഡ് കേസ് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയത്. അന്നേരമാണ് സാറ് ഒരു കാര്യം കണ്ടത്. ആ കേസിൽപ്പെട്ട ഒരു വനജയുടെ ഫോൺ ഒരാൾ നേരത്തേക്ക് അത് ഓണായിരുന്നിട്ടുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ആ ഫോണിൽ നിന്ന് വേറൊരു ഫോണിലോട്ടൊരു മിസ് കോൾ പോയിട്ടുണ്ട്. അതാ ഇടല്ലേ? ആണല്ലോ. എന്താ പറ്റി? ഞങ്ങളുടെ ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് അനഘയുടെ ഫോൺ നമ്പർ ഒന്ന് ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു. അനഘയുടെ അപ്പനല്ലേ? അയ്യോ, ഫാദറിലായ? ആ, അനഘയില്ലേ ഇവിടെ? ഉണ്ടായിരുന്നു. ഒരു 4 ദിവസം മുമ്പേ മോൻ്റെ അടുത്തേക്ക് പോയി. എവിടെയാ? മോനങ്ങ് ദിവസം കഴിഞ്ഞ് കണ്ടാൽ പോരെ. ഓ, നിങ്ങളുടെ പേരെന്താ? ജെയിംസ്. ആ, ശരി. ഇവിടെ തുമ്പൊന്നുമില്ലല്ലോ. അനഘയായിട്ട് നേരിട്ട് സംസാരിച്ചോളാം. അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. എന്താ? അനഘ ചേച്ചി ഇന്ന് രാവിലെ മരിച്ചു. പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. മോനിവിടെ നിൽക്കുന്ന കാരണം അപ്പച്ചനോടും അമ്മച്ചിയോടും ഒന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ചോദിക്കുകയും ചെയ്തു. പുള്ളിയും പറയുന്നത് ഇതൊരു അറ്റാക്കാണെന്നുള്ളത്. പക്ഷെ അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ അങ്ങനെ റിപ്പോർട്ടില്ല സാർ. തനിക്കെന്ത് തോന്നുന്നു? ടാക്കോ ചേട്ടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. സാർ, നമുക്ക് എൻ്റെ ഒരു ഫോറൻസിക്കിനെ കൊണ്ടൊരു നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് ആയ എക്സാമിനേഷൻ നടത്തണം. ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാധനം കിട്ടി. ബോഡിയുടെ കെമിക്കൽ അനാലിസിസിൽ ഡിജിറ്റാലിസ് എന്ന കണ്ടന്റാണ് കണ്ടെത്തിയത്. ഓ, ഇത് ഹാർട്ട് അറ്റാക്കിന് ഇൻഡ്യൂസ് ചെയ്യുന്ന വലിയ വെരി വിഷയം. നൈസ്. ഇത് മറ്റേ ഷുഗറിന്റെ ഇത് കൊടുത്തപ്പോ അതിലൂടെ കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷവും സംഭവിക്കും. പ്രശ്നം ഇതൊന്നുമല്ല. ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ അവൈലബിൾ അല്ല എന്നാണോ? എന്നല്ല, സിനിമയിൽ മാത്രമല്ല, അല്ലാതെ ഇതിവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതെ, ഒരു സാധാരണ കോൺസ്റ്റബിളിന് ഇത്രയും വിവരങ്ങൾ എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. അത് പോസിബിളാണ്. പോലീസ് ഓഫീസർ ആയിരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫോറൻസിക് എക്സ്പെർട്ടായിട്ട് പരിചയം ഉണ്ടാവില്ലേ? ഡീറ്റെയിൽസ് തപ്പിക്കഴിഞ്ഞപ്പോൾ വർക്കലയിലും കോട്ടൂരും ഓരോരോ അറ്റാക്കായിട്ട് മരിച്ചിട്ടുള്ളത് ഇവൻ്റെ ട്രാഫിൽപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ഈ സ്റ്റിൽ ആക്റ്റീവ് കൊടുക്കാം. ഓക്കെ സാർ, നമുക്ക് ഇതിലൊരു പ്രശ്നമുള്ളത് കൊല നടക്കുമ്പോൾ അവൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകണമെന്ന് അവന് യാതൊരു നിർബന്ധമില്ല. He's a genius, man. He's a chemist and a freaking genius. പിന്നെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് നമുക്ക് അതിലൊരു ക്രൈം സ്വഭാവം കാണാൻ പറ്റുന്നില്ല സാർ. അയ്യോ, സ്റ്റാൻലി സാറിൻ്റെ അടുത്ത് പറയല്ലേ, പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എന്താ? ഞാൻ പോവുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും നടക്കൂല. ഇന്ന് വൈകിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ശരി തന്നെ. എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, നമ്മുടെ കാര്യം അവളറിഞ്ഞ്, അവളാണ് വിളിച്ചത്. ഭാര്യയോ? ആ, നിങ്ങൾ ഡിവോഴ്സ് ആയിന്നല്ലേ പറഞ്ഞ എൻ്റെ അടുത്ത്? അത് ഞാനൊന്ന് ചുമ്മാ പറഞ്ഞാണ്. ഇത്രയും പ്രോഗ്രസ് ചെയ്തിട്ട് സ്റ്റാൻലി സാറിനോട് പറഞ്ഞ്
കൊളാക്കി. ശ്ശേ. ഉണ്ടായിരുന്നല്ലോ. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അച്ഛനെ കുറിച്ച് ചോദിക്കുകയും അച്ഛനെ മിസ് ചെയ്യുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അതായിരിക്കും നമുക്ക് വച്ചുകൂടി കാണിച്ചത് അല്ലേ? എല്ലാം പറയാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര ഫോളോ അപ്പ് ആയിട്ട് കുറച്ചുകൂടെ സേഫ് ആവണ്ടേ ഞാൻ വരില്ല. സ്റ്റാൻലി സാറേ? അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പ്രശ്നം അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പോലോ. അതൊക്കെ ശരിയായിട്ട് അമ്മ പറയാം കേട്ടോ. ഒരു കച്ചിത്തരമില്ലാതെ എന്ത് ചെയ്താലും അടുത്ത അറ്റംപ്റ്റിന് മുമ്പ് അവനെ പൊക്കണം. ഇത്രയും പെണ്ണുങ്ങളെ വളച്ചിട്ടുണ്ടെങ്കിലേ സാറേ എന്തുമാത്രം പെണ്ണുങ്ങളെ ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പെണ്ണുങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല സാർ, അവരവരുടെ ലൈഫല്ലേ നോക്കുള്ളൂ. അല്ലെ ഇത് ഇങ്ങനത്തെ കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടപെടൂല്ലോ സാറേ. ആള് വാട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹിം? യെസ്. ഓ മറ്റേ ഫയൽസ് അവിടെ വർക്ക് ചെയ്തിരുന്ന പോലീസുകാരുടെ ലിസ്റ്റ് അതിലുണ്ടില്ല സ്റ്റാൻലി സാറ്. ഓ ഷിറ്റ്, അതിൽ പിടി വീഴും. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് മാൻ. മൈ ഗോഡ്. ഞാൻ വിചാരിച്ച അവർ മറ്റേ ഫയൽ എടുക്കാൻ പോകുന്നതല്ല. എന്നാ സാർ? ഞങ്ങൾ കുറച്ചാൾ മുമ്പ് ഒരു കേസിൻ്റെ കാര്യത്തിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കും സാർ. മറ്റേ പുള്ളി. അതിൽ 1-2 കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. നിങ്ങളതിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഫോൺ മോഷണം പോയി സ്വിച്ച് ഓഫ് ആകുന്നത്. ഡേറ്റെല്ലാം എപ്പിടി സാർ ഞാൻ ഓർക്കും. ரொம்ப வருஷம் ஆச்சுல்ல. അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. 4-നാണ് ആ പാറ്റേൺ ബ്രേക്കായി. അത് കഴിഞ്ഞ് ഫോൺ നേരെ കേരളത്തിൽ പോകുന്നു, അവിടെ വെച്ച് സ്വിച്ച് ഓഫ് ആകുന്നു. சார் இதில் எனக்கு ஒன்றும் புரியல. உங்களுக்கு இப்போ என்னதான் சார் பிரச்சனை? മനസ്സിലായി. ഫോൺ മോഷണം പോകുന്നതിന് മുമ്പാണ് അതിലോട്ടാൾ സ്ഥിരമായി വിളിച്ചോണ്ടിരുന്നത്. ആരാണ് വിളിച്ചതെന്നും ആരെയാണ് വിളിച്ചതെന്നും അത് രണ്ടും ഞങ്ങൾക്കറിയണം. இல்லை சார், அந்த ஃபோன் எங்கள் அம்மா பேரில் இருந்தாலும் அதை யூஸ் பண்ணிருக்கிறது நான் தான். ஃபோனில் அப்படியெல்லாம் இந்த மாதிரி எதுவும் கால் வந்ததாக எனக்கு ஞாபகத்தில் இல்லை சார். അതായിരിക്കായിരുന്നാ ഞങ്ങൾ വാറണ്ടായിട്ട് വന്ന് അണ്ണനെ പൊക്കിക്കൊണ്ട് പോകേണ്ടി. അത് മാത്രമല്ല ബിജു, ആ സമയത്ത് തക്കാലം ഒരു ലാബിൽ ബിജുവിൻ്റെ സഹോദരി ജോലി എടുത്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ஆனால் அதை பற்றி யாரும் தெரியறதுக்கு முன்னாடியே அவளுக்கு கல்யாணம் பண்ணி கொடுத்துட்டோம். அழகான குழந்தை அப்படி இப்படின்னு சந்தோஷமா வாழ்ந்துட்டு இருக்கா. அவங்க எதிர்காலத்தை மனசில் வச்சுக்கிட்டு யாருக்கும் தெரியாமல் மறைச்சிட்டா சார். എന്തായാലും ദിവ്യയുടെ അഡ്രസ്സ് ഞങ്ങൾക്കൊന്ന് തരണം ബിജു. தேங்க்யூ சார். നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 1-2 ഇൻഫർമേഷൻ എടുക്കാനാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ദിവ്യ എങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടത്? நான் வழக்கமாக போகிற பஸ்ஸில் கொஞ்ச நாள் என் பின்னாடி வந்திருந்த பழக்கம்தான் சார். எங்களுக்குள்ள வயசு வித்தியாசம் இருந்ததுனால நான் இதை பற்றி வீட்டில் எதுவும் சொல்லலை. நான் அங்கே எல்லாம் தேடி பார்த்தேன். அது மட்டும் இல்லை, 2 ஃபோனும் ஸ்விட்ச் ஆஃப் தான் இருந்துச்சு. அப்போதான் ദിവ്യ, നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഒരു വിവരം പുറത്തു പോകില്ല. അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. நான் ப்ரெக்னென்ட் ஆகிறதுக்கு வாய்ப்பு இருக்குன்னு சொல்லி அவர் ஒரு டேப்லெட் தந்தார். காசு இருந்த தைரியத்தில் தான் சார் அந்த டேப்லெட் நான் சாப்பிடல. അവനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓർമ്മയുണ്ടോ? அவருக்கு பழைய தமிழ் படத்தில் பாட்டெல்லாம் ரொம்ப பிடிக்கும். செம்புரம் படத்தில் பாட்டு அடிக்கடி கேட்பாங்க. ഓ ഷിറ്റ് ഗോട്ട് റിയൽ. ഓക്കേ, ദിസ് ദ മൊമെന്റ് അല്ലേ? ഫക്ക്. രേഖാചിത്രം, കം ഓൺ. என்ன சார் எனக்கு தெரியாதா? தவறல்ல. വിടിവിന് சார் ப்ளீஸ் சார், என்னால் முடியாது. അന്ന് അവൻ തന്ന ടാബ്ലറ്റ് കഴിക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ വാഷ്റൂമിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത്. അത് സൈനൈഡ് മിക്സ് ചെയ്ത ടാബ്ലറ്റ് ആയിരുന്നു. അവനിപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവ്യ, ഞങ്ങൾക്ക് അവനോട് എത്താനുള്ള ഏക മാർഗം ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ. சார் என்னால் முடியுமோன்னு தெரியல சார், ஆனால் நான் ட்ரை பண்ணுறேன். പിടിവിന്
അവൻ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? അല്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എങ്ങനെയല്ല എൻ്റെ പുറകെ പോയി കൊല്ലാൻ നോക്കൂലി സാറേ. ഏയ്, അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എൻ്റെ പുറകെ പോകില്ലായിരുന്നു. വൈ? ഞങ്ങൾ ആ പടം വരക്കാനുള്ള ആളായിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നല്ലോ. சார் நீங்கள் என்னை பிடிச்சிட்டு போனாலும் இனிமேல் என்னால் உங்களை ஹெல்ப் பண்ணவே முடியாது. ஹஸ்பண்டுக்கு ஏதாவது தெரிஞ்சிட்டா நானும் என் குழந்தையும் உயிரோடு இருக்க மாட்டேன் சார். ப்ளீஸ் உங்கள் கால் வீணு கெஞ்சுறேன், தயவு செஞ்சு என்னை தொலை சொன்னாங்க. പക്ഷെ ആളല്ലാന്ന് മനസ്സിലായി. കാരണം ദാറ്റ്സ് എ ഗുഡ് ലീഡ്. ദർ ഹാസ് ടു ബി സം അതർ വേ ടു ഗെറ്റ് ഹിം, റൈറ്റ്? മറ്റേ ഫയൽസ്. കം ഓൺ. ஆமாம் சார், எனக்கு ஞாபகம் இருக்குது. தொடர்ந்து 5-6 மாதமாக இவங்க நான் டியூட்டி பார்க்குற பஸ்ஸில் வந்துட்டு இருந்தாங்க சார். ഈ പെണ്ണ് ആ ബസ്സിൽ അവളുടെ കൂടെ സ്ഥിരം സഞ്ചരിച്ചിരുന്ന ഒരുത്തനായിട്ട് അടുപ്പത്തിലായിരുന്നു. ഉറപ്പാണോ? அப்படி தான் நான் நினைக்கிறேன். അപ്പോൾ പിന്നെ കാര്യമില്ലല്ലോ സാറേ. നീ ആ ദിവ്യയുടെ കേസിലൊന്നും ചെയ്യാൻ പറ്റൂലല്ലേ? ഓ, അത് ഞാൻ വിട്ട്. അത് നടക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് പുതിയൊരാൾ വന്നിട്ടുണ്ട്. അതാര്? ഞാൻ ചുമ്മാ അവള് സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ബസ്സിലെ കണ്ടക്ടർ ഒന്ന് കണ്ടായിരുന്നേ. പുള്ളിക്ക് ഒരാൾ ഓർമ്മയുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് അവളുടെ കൂടെ ജോലി എടുത്തോണ്ടിരുന്ന ഒരുത്തനാന്നാ. ഞാൻ അഡ്രസ് അങ്ങോട്ട് എടുക്കാം. ഓ, പക്ഷെ ഇയാളെ കണ്ടാല് സ്കെച്ച് വേറെ ആയിരിക്കും. പക്ഷെ ഇവർ കണ്ട പണിയാവില്ലേ? കണ്ടാ മനസ്സിലാവല്ലോ. இப்போ அங்கே போயிட்டு இருக்கேன் சார். கல்பிரிட்டு டேஞ்சராக மாறதுக்கு எல்லா சான்ஸும் இருக்குது சார். ശരി பண்ணுறேன் சார். ഇതായിരിക്കില്ല, ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും. കാരണം ഇത്ര ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ കണ്ട ആളെ റെക്കഗ്നൈസ് ചെയ്തു. അവൾ ഇതാണെന്ന് ഉറപ്പാണോ? ஆமாம் சார், இவன் தான் அன்றைக்கி அந்த பொண்ணு கூட இருந்தான். ഇവിടെ അകത്ത് കയറി വരല്ലേ ബ്രോ? சார், டிராஃபிக் போலீஸ் டிபார்ட்மெண்ட்டில் இருந்தீங்களோ? இல்லையே, ஆறுகாணி பக்கம் தான் என் வீடு. ஒருவேளை நீங்கள் என்ன அங்கே பார்த்துருக்கலாம். ഓ, ഇതാ ഞാൻ പറഞ്ഞ വരണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഇവനും മണിയും കൂടി ആയിരിക്കും എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല വിറ്റ്നസിന് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതും ശരിയാണ്. അവനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് ആ മിസ്സായ മണിയാണ്. അവനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൂടി തപ്പിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എവിഡൻസ് കിട്ടും. വിറ്റ്നസ് നിങ്ങൾക്ക് ചില ഉണ്ടല്ലോ. കേസുകൾ ഒരുപാട് എവിഡൻസിന്റെ ആവശ്യമില്ലടോ. ഇതൊക്കെ മാറിയാ? ബ്രോ ഇത്രയൊക്കെ ആയിട്ടും ഒരു ബ്രേക്ക് എങ്കിലും എടുക്കും ബ്രോ. എന്താണിത്? ഇല്ല, ഞാൻ വരും. ഞാനതിനാ വില്ലനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ഉമ്മയുടെ കൂടെ കിടക്കണേ. അയ്യോ, നാളെയല്ലേ സ്കൂളിൽ എക്സിബിഷൻ? അത് കുഴപ്പമില്ല, നമ്മൾ നാളെ നേരത്തെ വരാം. അതെങ്ങനെ? അമ്മ ഡ്യൂട്ടിക്ക് പോയി എത്തുമ്പോൾ 10 മണിയാകില്ലേ? ഇല്ലടാ, അമ്മ ചോദിച്ചിട്ട് നേരത്തെ വരാം. എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. നാസറായിരുന്നോ? എന്താ പറയാ സാറേ? അത് കൺഫേം ചെയ്ത്. ഓ, പാലയൻ നാടാർ. അവൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നല്ലേ സാറേ? ഇവിടെ എടുക്കാതിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. ചേട്ടാ, ഞാൻ ഇന്നലെ ഇവിടെ വന്നൊരു റൂം ബുക്ക് ചെയ്തിരുന്നു. പേരെന്തായിരുന്നു സാറേ? അമീർ. 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 ആ ഉണ്ട് സാറേ. ചെറുക്കനൊരു വിവരം കേട്ടോന്നെ സാറേ. സാറിന് റൂം വേണമെങ്കിൽ കാർഡ് വേണം. അവിടെ ഉണ്ടോ? അതും 4G ചെയ്തോ? എനിക്കൊരു കാര്യം മനസ്സിലാകുന്ന, സിനിമയിൽ 15 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ഇത് വെച്ചിട്ട് എന്ത് കാണിക്കാനാണ്? എന്തെങ്കിലുമൊക്കെ സംഭവിക്കണോ? എന്തെങ്കിലും തുമ്പ് കിട്ടി ഇങ്ങോട്ട് വാ. Come on man, come on, do something. ശരി, ഞാനിപ്പോൾ പേടിക്കണ്ട. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. அது LIC ஏஜென்ட்ங்க. இப்போ பாலிசி எதுவும் தேவையில்லைன்னு சொல்லு. சொல்லிட்டேன்.
on the way. You're the only hope. എന്താ ഒരു കാര്യം? വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഒന്നും ആവശ്യമില്ല, കുറച്ച് സമാനം തന്നാൽ മതി. അയ്യോ സോറി സാറേ. എന്തൊരു എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്തൊരു കാര്യം? സാറിൻ്റെ വീട് തമിഴ്നാട്ടിലാണല്ലേ? അതിന് സാറിൻ്റെ പേഴ്സിൽ യൂണിഫോമിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഓ, എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ സാറേ? എന്തൊരു? സാറേ, എനിക്ക് ആകപാട് ഉണ്ടായിരുന്നൊരു മോളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവളെ കാണാതായി. എന്നന്വേഷിച്ച് നോക്കട്ടെ. സാറേ, ഇതവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പിന്നെ ശരി സാറേ, ഗുഡ് നൈറ്റ്. മണി മിസ്സായ ദിവസത്തെ അവൻ്റെ ലൊക്കേഷനാണ് വേണ്ടത്. അടുത്ത ദിവസമായോ? അപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാവുമല്ലോ. ഹലോ സാറേ, അവനെ കണ്ടു എന്ന് പറഞ്ഞ് വേറൊരു കോള് കൂടി വന്നിട്ടുണ്ട്. ഹലോ. ആ, നീ കിടന്നില്ലേ? ഇല്ല, അവിടെ എന്തായി? എന്താകാൻ, എന്നത്തേം പോലെ. ആളെ കിട്ടിയില്ല അല്ലേ? ഇല്ല, സാർ പറഞ്ഞ രാവിലെ വരെ ഒന്ന് നോക്കാമെന്നാ. ഓ, ഇന്നപ്പോ വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ വലിയ റൂം എടുക്കാം. എന്താ സ്റ്റാൻലി സാറേ ഇവിടെ? സാറേ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ എൻക്വയറിക്ക് വന്നതാണ്. എന്താ സാറേ, എന്തെങ്കിലും കോൺഫിഡൻഷ്യലാണോ? ഓ, അതാണ് സാറേ ഞാൻ വിളിക്കാത്തത്. ഇരിക്കും. വേണ്ട, CA ഉണ്ട്, റൂമിലിരിക്കുകയാണ്. ഓ സാറേ, സാറിൻ്റെ കയ്യിൽ ആ വരച്ചതിൻ്റെ കോപ്പി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല സാറേ, അതൊന്നും എടുത്തിട്ടില്ല. എന്നാ ഈ കോപ്പി വെച്ചോ. ശരി, ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് എൻ്റെ സംശയമായിരുന്നത്. അത് ഇതെന്തിനാണ് മറ്റേ ആളുടെ പടം വെച്ചിട്ട് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ള ഹി ഫിഗർഡ് ഇറ്റ് ഔട്ട്. പടം മാറ്റി. I like it, man. That is cool. 6 காணி பக்கம் தான் என் வீடு. ஒருவேளை நீங்கள் என்ன அங்கே பார்த்துருக்கலாம். ஓ, dude, this is kind of like Sherlock Holmes and Malayalam version of. I like it. അടുത്ത ഇട. Oh shit. Okay. അവൻ പറഞ്ഞതുപോലെയാണ് എനിക്ക് നത്തുന്ന പേര് വന്നേന്നാണ്. ആ ശാശീൻ്റെ ഒരാസൊന്നിൻ്റെ ഇന്ന് രക്ഷപ്പെട്ടതല്ലടാ. ഈ നത്ത് രാത്രി ഉറക്കം തൂങ്ങി മരത്തിലിരുന്നാലും അതിന് വിശന്ന നേരം വെളുക്കും മുന്നേ എല്ലിനെ പിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, തിന്നുകയും ചെയ്യും. ഒറ്റൊരുത്തിനും അറിയില്ലടാ. ഹെഡ്ലോക്കാണ് എന്താ സംഭവം? ഇത്ര കേട്ട് ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബാക്കപ്പ് വിളിക്കടാ. നത്തിന് ഒറ്റയ്ക്ക്. ഓ ഷിറ്റ്. ഓക്കെ, that was brutal. നത്തിന് മാത്രമല്ല ഉള്ളേ. അപ്പോൾ ഒരുത്തൻ എലിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പിൻ്റെയോ മരുന്നിൻ്റെയോ അതിനോട് ഇങ്ങനെ പറ്റുള്ളൂ. അതങ്ങനെയാണ്. Oh no 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 no. Do something. Oh okay, yeah. Back up. Come on. മറ്റേ പെണ്ണാണോ? ഓ, അയാളായിരുന്നു. ഓക്കെ, സ്കെച്ച് ഇട്ടായിരുന്നല്ലോ നേരത്തെ. അത് ദാറ്റ് ഇസ് ലൈക്ക് റൈറ്റ്. ജസ്റ്റിസ്. പക്ഷെ അയാൾ അടിച്ചത് അടിപൊളിയാണ് കേട്ടോ. കാരണം ഹി ഡിസേർവ് ടു ഡു ദാറ്റ്. നിങ്ങൾ രക്ഷപ്പെട്ടതാ. കൊല്ലാൻ തന്നെ ഒന്നാണോ?
വയ്യ, ഇവനെയും തൂക്കി. അടിപൊളി. കഴിഞ്ഞോ? ശരി, ക്ലോഷറിന് കുറച്ചുകൂടെ എന്തെങ്കിലും ക്ലോഷർ വേണമായിരുന്നു. God, okay. Hold on a second. ഓക്കെ, സി ഞാൻ ക്ലൈമാക്സ് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു കേട്ടോ. ഒരു കുറച്ചുകൂടി കുറേ ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടുണ്ട്. കാരണം ഇതൊരു പ്രോപ്പർ എൻഡിങ് ആയിരുന്നില്ല. സ്റ്റാൻലി മരിച്ചിട്ടില്ല എന്നൊരു ചെറിയ ഹിൻ്റ് അവിടെ ലാസ്റ്റ് തരുന്നുണ്ട്. പിന്നെ കുറേ മറ്റേ പുള്ളിക്കാരിക്ക് സംഭവിച്ചാൽ അതൊക്കെ റെഡി ആയിട്ടുണ്ടാവണം ഓബ്വിയസ്ലി. പിന്നെ വിനായകൻ കൊല്ലാൻ തന്നെയാണ് വന്നത്, അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനോടി കൂടിയല്ല വന്നത്. അത് കുറച്ചായപ്പോഴേ മനസ്സിലായിരുന്നു ഓബ്വിയസ്ലി. പക്ഷെ അതാണ് എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയത്. വേറൊരാളുടെ പടം വരച്ചിട്ട് അയാളെ ബേസ് ചെയ്തിട്ട് ഇത് കൊടുത്തു. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പേരിൽ വിനായകൻ സെയിം സ്ഥലത്ത് എത്തുന്നു. അപ്പം ശരി, ഞാൻ അപ്പോഴും സസ്പെക്ട് ചെയ്തില്ല മമ്മൂക്കിക്ക് വേണ്ടിയാണ് വരുന്നതെന്ന്. ഇറ്റ്സ് എ വെരി ബ്രില്യൻ്റ്ലി ഡൺ മൂവി മാൻ, വെരി ഗുഡ് മൂവി. ആൻഡ് വിനായകൻ്റെ ആക്ച്വലി ആക്ടിങ് സ്കിൽസ് നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു റോളല്ല അത്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. നത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് വിനായകൻ. പക്ഷേ വിനായകൻ്റെ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ക്യാരക്ടർ നമുക്കൊരു വേറൊരു, കാരണം ലാസ്റ്റ് ക്ലൈമാക്സിൽ സ്റ്റാൻലി സാറുമായിട്ടുള്ള ഫൈറ്റ് സീനിലാണ് നമുക്ക് ആ ഒരു അഗ്രഷൻ, ആ ഒരു റേജ് കാണാൻ പറ്റുന്നത് വിനായകൻ്റെ. ദാറ്റ് വാസ് വെരി സാറ്റിസ്ഫാക്ടറി. പിന്നെ കുറച്ചുകൂടി ഒരു ജസ്റ്റിസ് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കൊന്നു കളഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത്രയും കുറ്റം ചെയ്തതല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ മൂവിയുടെ സ്റ്റോറിക്ക് അടിപൊളിയായിട്ട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റ് ഞാൻ ഒരു ഊഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ ദാറ്റ് ഹിറ്റ് മീ ഹാർഡ്. ഓക്കെ, എൻ്റെ റേറ്റിംഗ് ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലെ എനിക്ക്. ഓക്കെ, എൻ്റെ പേഴ്സണൽ റേറ്റിംഗ് ഞാൻ കൊടുക്കാം. ഐ വുഡ് സേ ദിസ് ഈസ് എ വെരി വെൽ ഡൺ മൂവി. പിന്നെ ആ ഒരു ഹാർട്ട് അറ്റാക്ക് പിന്നെ ലേറ്റർ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റിൻ്റെ കാര്യം, ഇതെല്ലാം വെരി വെൽ ഡൺ. സോ ഐ വുഡ് സേ അറൗണ്ട് ഒരു 7.6 ക്ലോസ് ടു 8. ഐ വുഡ് സേ ദിസ് ഇസ് സച്ച് എ ഗുഡ് മൂവി. 7.5 കണ്ടാ, IMDb ഇവിടെ 7.3, അവിടെ 7.5. You know what? I nailed it. I freaking nailed it, man. പിന്നെ ആക്ച്വലി ദിസ് ഇസ് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി ഫോർ മോഹൻ, സൈനൈഡ് മോഹൻ്റെ കഥ ലൂസ്ലി ബേസ്ഡ് ഓൺ ദാറ്റ്. ആൻഡ് ഓൾസോ എൻ്റെ ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ദഹ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദർ ഓൾസോ സൈനൈഡ് മോഹൻ്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. പക്ഷേ മാൻ ക്ലൈമാക്സ് കുറച്ചൊരു ത്രില്ലിങ് ആക്കായിരുന്നു, റൈറ്റ്? കാരണം ഇത്രയും സാധനത്തിൻ്റെ ഒരു കൾമിനേഷൻ ക്ലൈമാക്സ് വരുമ്പോഴല്ലേ, അത് ലൈക്ക് ഇറ്റ്സ് എ റിയലിസ്റ്റിക് ക്ലൈമാക്സ്. ശരിക്കും സൈനൈഡ് മോഹൻ്റെ കഥയിൽ ഇങ്ങനെയാണോ സംഭവിച്ചത്? മേ ബി വി ക്യാൻ ലുക്ക് ദാറ്റ് അപ്പ്. ഹൗ വാസ് മോഹൻ ക്യാപ്? Sain Mohan was captured on 21 October 2009 following an investigation disappearances of one of his victims, 22-year-old woman named Anida. His arrest was primarily driven digital forensics and the tracing of a stolen phone, rather than the immediate realization that a serial killer was operating in that region. Oh, I mean, this is a realistic. കാരണം കുറേ റിയലിസ്റ്റിക് സാധനങ്ങളുണ്ട് ഈ മൂവിയിൽ, ഒരു പ്രോപ്പർ സിനിമാറ്റിക് സാധനമല്ല. ദാറ്റ് ഇസ് വാട്ട് മേക്സ് ദിസ് മൂവി ഡിഫറെൻ്റ്, ഐ ഗെസ്. പക്ഷെ സ്റ്റിൽ ഇത്രയും ചെയ്തിട്ടും ഒരു പ്രോപ്പർ വിനായകനൊരു പ്രോപ്പർ ജസ്റ്റിസ് കിട്ടുന്ന രീതിയിൽ, കാരണം കുറേ ആയിട്ട് കറക്റ്റാണല്ലോ, കുറച്ചുകൂടി ഒരു അഗ്രസീവായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ബട്ട് ഇറ്റ്സ് ഡൺ എ റിയലി ഗുഡ് ജസ്റ്റിസ്, മാൻ. ഇതിൻ്റെ സോങ് കുറേ മലയാളം തമിഴ് സോങ്സിൻ്റെ റെഫറൻസ് ഉണ്ട്. പിന്നെ ആ ഒരു മെയിൻ തീം ദാറ്റ് വാസ് വെരി വെൽ ഡൺ, നോട്ട് ഗോണ ഡിനൈ ദാറ്റ്. പിന്നെ വേറെ നമ്മുടെ ക്യാരക്ടേഴ്സിനൊന്നും അത്ര ഒരു ഡെപ്ത്ത് ഇവർക്ക്, ഇപ്പം മമ്മൂട്ടിയുടെ ക്യാരക്ടറിനും വിനായകൻ്റെ ക്യാരക്ടറിനും അല്ലാതെ അധികം ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർ അത്ര എക്സ്ട്രീം ആക്ടിങ് ആണ് സ്പോട്ട് ചെയ്തതോ. അപ്പോൾ ആ സാധനവും ഈ നമ്മുടെ ഇത്രയും പേരെ കൊന്നിട്ടും നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു
ഇമോഷണൽ എലമെൻ്റ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ഐ പ്രിഫർ നോട്ട് ടു ഹാവ് ടു മച്ച് ഇമോഷണൽ എലമെൻറ്റ്സ് ബട്ട് കാരണം ഒരു ഇമോഷണൽ എലമെൻ്റ് ഉണ്ടായിട്ട് അവസാനം കൊല്ലുമ്പോൾ ഒരു ഫീൽ കിട്ടുകയല്ല. ദാറ്റ് വാസ് ഗുഡ്. പിന്നെ ആ ഒരു ലൈക്ക് ആ ക്ലൈമാക്സിൽ ആ കടയുടെ ഓണറിൻ്റെ ആ ഒരു സാധനം വാസ് ബ്യൂട്ടിഫുൾ. അയാൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന്, കാരണം ഇത് ഹോൾ തിങ് വാസ് എ സെറ്റപ്പ്. ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്നാൽ ഇയാൾ വന്നിട്ട് മോളുടെ ഫോട്ടോ കൊടുക്കണു, പിന്നെ ഉടനെ വിനായകൻ കയറി വരണു. പക്ഷേ ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അവസാനം ഫോട്ടോ കൊടുത്തത് വരെ കത്തിയില്ല, ഇവരിലോട്ട് എത്തി. കാരണം നമുക്ക് അറിയില്ലല്ലോ ഫോട്ടോ മാറ്റിയ കാര്യം ഇതൊന്നും. 8 cyanide tablets, മൾട്ടിപ്പിൾ മൊബൈൽ ഫോൺസ്. പിന്നെ പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് ഇൻഡ്യൂസിങ് വാട്ട് വാസ് ദാറ്റ് എലമെൻറ്റ്? ഇനിയിപ്പോൾ ഞാൻ തപ്പിയെടുത്തിട്ട് ഞാൻ സീരിയൽ കില്ലറെന്ന് ആരെങ്കിലും സസ്പെക്ട് ചെയ്യുക. ഹാർട്ട് അറ്റാക്ക് ഇൻഡ്യൂസിങ് using element used in well okay, real ആണോ? സെൽ പ്ലേ മമ്മൂട്ടി പാർട്ട് ഓഫ് ദ മൂവി. സൈനൈഡ് അല്ല, പക്ഷെ അത് എന്തൊരു സാധനം അവർ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ ഒരു കെമിക്കൽ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് കൂടി എനിക്ക് കിട്ടിയ കളയുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു കെമിക്കൽ പ്ലാന്റ് നിന്ന് ഉണ്ടാക്കിയെടുത്ത് അത് ഇഞ്ചെക്ട് ചെയ്ത് ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ദിവസം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണമെന്നുള്ളത് ദാറ്റ് ഇസ് ലൈക്ക് സച്ച് എ വെരി വെരി പവർഫുൾ ടൂൾ ഫോർ ക്രിമിനൽസ്. സാധാ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ഇസ് ഇൻസെയിൻലി പവർഫുൾ. എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് ഈ ഡെക്സ്റ്ററിന് എനിക്ക് കുറച്ച് ഓർമ്മ വന്നു. പക്ഷേ ഡെക്സ്റ്റർ ഫില്ലന്മാരാണ് കൊല്ലുന്നത്, ഇതങ്ങനെയല്ല ഈ കേസിൽ. വി ഷുഡ് ഹാവ് മലയാളത്തിലൊരു ഡെക്സ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ മമ്മൂക്ക ഈ റോള് ഹി നെയിൽ ദിസ് വൺ മാൻ, ഹി ഡിസേർവ്ഡ്. എനിക്ക് ഈ റോളിൽ മമ്മൂക്കയുള്ളത് വളരെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം. വിനായകൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു, അങ്ങനൊരു ഇതുണ്ട്. ദാറ്റ് വിൽ ബി ഇറ്റ് പീപ്പിൾ. That was reaction to Kalamkaval. I really enjoyed this movie. I think ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് മലയാളത്തിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ്, ഇഫ് നോട്ട് ദി ബെസ്റ്റ് മൂവി ഇതായിരിക്കണം. ഇതിനു മുമ്പ് മേ ബി എനിത്തിങ് അബൌട്ട് 5ാം പാതിര ഫോറൻസിക് നല്ല മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേഷൻ ബേസിസിൽ ഇപ്പോൾ നമുക്ക് രേഖാചിത്രമൊക്കെ ഉണ്ടെങ്കിലും അതിലുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് എലമെൻറ്റ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. കഥയുണ്ടായിരുന്നു, നല്ല കഥയുണ്ടായിരുന്നെങ്കിലും അതിൽ വേറെ കുറേ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ, പുള്ളിക്കാരുടെ സ്റ്റോറിയും അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിൽ ജസ്റ്റ് ബേസ്ഡ് ഓൺ ഒരു കില്ലർ ഹണ്ടർ കൈൻഡ് ഓഫ് മൂവി. സോ ഐ റിയലി ലൈക്ക് ദിസ് വൺ ഫോർ ദാറ്റ് റീസൺ. If there's any other movies or trailers that you want me to react to, let me know in the comment section. I'll definitely take a look. And I'll see you guys next week. Good night. Goodbye.